ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണെന്ന് അറിയാമോ? ഷേക്സ്പിയറിന്റെ കൃതികൾ നമ്മൾ ക്ലാസിക് എന്ന് പറയും, രാമായണം മഹാഭാരതം ക്ലാസിക് എന്ന് പറയും. എന്ന് വെച്ചാൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ വികാരങ്ങളും എന്ന് കാമക്രോധം മുതൽ ലോഭമാത്സര്യാദികളെല്ലാം അത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു വ്യത്യാസമില്ല, അത് തുടരുകയാണ്. തരികിടെ അങ്ങനെ തന്നെ, അതിന് വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ സീൻ ഫ്രോഡ്സ്റ്റേഴ്സ് ചീറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പോലീസുകാർ പറയും, സാറേ ഇവരുടെ എല്ലാ അച്ഛനൊന്നാ സാറേ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവരോട് ഇവർ ചെയ്യുന്നതിന്റെ റീസൺ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ന്യായങ്ങൾ ഒന്ന് തന്നെ, വ്യത്യാസമില്ല. പൈസ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെന്നാന്ന് വെച്ചാൽ അതിന് പറയുന്നത് ഉണ്ടാവുമ്പോ കൊടുക്കൂല്ലോ സാറേ, ഞാൻ അങ്ങോട്ട് പോകാൻ പോന്നു. അതായത് ഞാൻ കാശ് മേടിച്ച് ഇറന്ന് മേടിച്ചതാ സാറേ, എന്നെ ഉണ്ടെങ്കിൽ കൊടുക്കും സാറേ, കൊന്നേരെ. ഇത് ഞങ്ങൾ ഈ സ്റ്റാൻഡേർഡ് റിപ്ലൈസ് ആണ്. ഈ സ്റ്റാൻഡേർഡ് റിപ്ലൈസ് കൊണ്ട് നമ്മൾ ഈ ഫ്രോഡ്സ്റ്റേഴ്സിനെ മനസ്സ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെക്കാൾ ഭംഗിയായിട്ട് അനലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആളുകളാണ് ഈ ഫ്രോഡ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു 10% ആൾക്കാരെ അതിന് ഡീവിയേറ്റ് ചെയ്യത്തുള്ളൂ. അത് ഒന്നുകിൽ എക്സ്പീരിയൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ തികഞ്ഞ ധിക്കാരം കൊണ്ടാവാം, അല്ലെങ്കിൽ പിശുക്ക് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇത്രയും മതി എനിക്കിത് കരുതുന്നുണ്ടാവാം. അങ്ങനെയുള്ളവർ ഒരു 10% കഴിഞ്ഞാൽ ബാക്കി 90% ആളുകളും will fall prey to one or the other enticing gesture by these fraudsters. ഇത് ഒരു ഉറപ്പാണ്. ഇപ്പൊ നിങ്ങൾ വേണ്ട, എന്റെ അടുത്ത് എന്നെ പലപ്പോഴും നമുക്കിത് അറിയാം, ഒരുപാട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ വി പ്ലേ along with them. അയ്യോ പ്രശ്നമാവോ? അപ്പൊ പ്രശ്നമാവും. ഞങ്ങളിപ്പോ ഡൽഹിയിൽ മറ്റേ എവിടെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലോട്ട് പോകും, നിങ്ങൾ അവിടെ വരെ വരാമോ? പോലീസൊക്കെ എവിടെയാണ്? എന്തൊക്കെ പറയുന്നറിയോ? പോലീസുകാരുടെ പേരൊക്കെ പറയും, ടെലിഫോൺ നമ്പർ പറയും, ഡൽഹി കമ്മീഷണറുടെ പേരും നമ്പറൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അയാളൂടെ വരും, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കാണാം, വളരെ അടച്ചോണം. നിങ്ങൾ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് IT റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല, ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വിളിക്കുന്നത്. അയ്യോ കഷ്ടമായി പോയല്ലോ. ഇങ്ങനെയുള്ള ഇത് നമുക്ക് ഇത്രയും വേർക്കത്തോൾ ഉണ്ടായിട്ട് നമ്മൾ ഇത്രയും ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുമെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർ ഒരുപാട് രീതിയിലുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഇന്നിപ്പോ ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരുടെ വാട്സാപ്പ് ഞങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്തു. എന്താ സംഭവിച്ചത്? ഈസ് എ ബോണഫൈഡ് സോബർ ബിസിനസ്മാൻ who has got absolutely no underhanded dealings. ഒന്നുമില്ല, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്. ചെയ്ത ഒറ്റ തെറ്റേ ഉള്ളൂ. വാട്സാപ്പിൽ ഒരു ലിങ്ക് വന്നു, നിങ്ങളുടെ കുറെ ഫോട്ടോസ് ഞങ്ങൾ വാട്സാപ്പിലല്ല ടെലിഗ്രാമിൽ നിങ്ങളുടെ കുറെ ഫോട്ടോസ് ഞങ്ങളുടെ നിങ്ങൾ കാണുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ നിങ്ങളുടെ ആരാധകരാണ്. ആരാധകരാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ വല്ലതും ആരാധിക്കുന്നത് ആലോചിക്കണ്ടേ? ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്തു എന്നുള്ള തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതെപ്പോഴും ഞങ്ങൾ വന്ന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പക്ഷെ എന്താണെന്നറിയോ, അദ്ദേഹത്തിന്റെ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരു 20 പേരെടുത്തുനിന്ന് ശരാശരി 4 ലക്ഷം രൂപ വെച്ച് ഇടുങ്ങി കഴിഞ്ഞു. ആ നമ്പറിൽ നിന്നാണ് ഈ കോൾസ് പോകുന്നത്. പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു അയാൾക്ക് അറിഞ്ഞോടാ. അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ എല്ലാ കോൺടാക്ട്സും എല്ലാ വാട്സാപ്പ് മെസ്സേജസും വരുന്നത് ആ നമ്പറിലാണ്. ആ നമ്പറിലേക്ക് പുനഃസ്ഥാപിച്ചു തരണം.